വിശ്വാസം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെതാണ്. കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതുപോലെയുള്ള ഒരു ചർച്ച വികസിപ്പിച്ച് നിരീശ്വരത്വം, നിർമ്മതത്വം പോലെയുള്ള വീക്ഷണങ്ങളെയും നിലപാടുകളെയും വിശകലനം ചെയ്ത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനുള്ള ബുദ്ധിപരവും ശാസ്ത്രീയവും പ്രാമാണികവുമായ തെളിവുകൾ നിരത്തി നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ അത്തരം ഒരു വലിയ വിശകലനം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് പള്ളിയിലെത്തിയ ആളുകളുടെ മുമ്പിൽ അത്ര പ്രസക്തമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഭാഗത്തേക്ക് കൈവെക്കാതെ ഞാൻ ഇതിൻ്റെ വിശ്വാസപരമായ തലങ്ങളിലേക്ക് വരുന്നത്. വിശ്വാസികൾ വിഷയം പഠിക്കുക പ്രബോധനപരമായ ഉദ്ദേശത്തോടെ എന്ന നിലക്ക് ആ ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്, ഞാനതിനെ നിഷേധിക്കുന്നില്ല. അതിൻ്റെ പല ഭാഗങ്ങളും നമ്മുടെ മറ്റു പല ചർച്ചകളിലും പല സന്ദർഭങ്ങളിലുമായി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. നമ്മളെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ സമുദായം കരുതുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഇങ്ങനെ രണ്ട് കൂട്ടരാണ് മനുഷ്യർ എന്നാണ്. വിശ്വാസപരമായ കാര്യങ്ങളുടെ ഉള്ളുകള്ളികളിലേക്ക് ഇറങ്ങി പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ആളുകളെ പറ്റിയാണ് എൻ്റെ ഈ പ്രസ്താവന. അത്തരം ആളുകളാണ് മുസ്ലിം സമുദായത്തിലെ പൊതുവിൽ പറഞ്ഞാൽ ഭൂരിപക്ഷം. അവർ വിശ്വാസപരമായ കാര്യങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ആഴത്തിൽ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. അവരെങ്ങനെ മുസ്ലിങ്ങളായതാണ് എന്ന് ചോദിച്ചാൽ അവർ പണ്ടേ മുസ്ലിങ്ങളാണ്, ആ തറവാട്ടുകാരൻ്റെ മുസ്ലിങ്ങളാണ്. പിന്നെ എന്ത് ചോദ്യമാണത്? അങ്ങനെയാണ്. അങ്ങനെ ആവോ ഇല്ലേ എന്ന ചർച്ച വേറെയാണ്. ഇപ്പം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഏത് പാരമ്പര്യമായി മാത്രം തന്നെ കിട്ടുന്ന സാധനമാണോ ഇസ്ലാം? ഇരിക്കട്ടെ. ഇപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ വിശ്വാസികളാണ്. അവർ വിശ്വാസികളായിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിശ്വാസകാര്യങ്ങളുടെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വിശ്വാസകാര്യങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയ ചർച്ച നടത്തി അതിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കി അതിലെ കളയും വിളയും വേർതിരിച്ച് അങ്ങനെ വ്യവച്ഛേദിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്തു മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. അവർ പൊതുവെ മുസ്ലിങ്ങളാണ് എന്ന അടിസ്ഥാനത്തിൽ ഈമാനിനെക്കുറിച്ച് കുറച്ച് പറയുകയും അനുഷ്ഠാനങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വിശ്വാസകാര്യങ്ങളെക്കുറിച്ചൊക്കെ മദ്രസയിൽ ഈമാൻ കാര്യം 6 എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പൊതുവിൽ പറഞ്ഞു പോവുകയല്ലാതെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി അത്ര ഗൗരവത്തോടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. ആ മദ്രസകളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ചവർ തന്നെ മദ്രസയിലെ ആ ഒരു പഠനകാലത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് എന്തു മനസ്സിലാക്കിയോ അതുമാത്രമേ മനസ്സിലാക്കാനിടയുള്ളൂ. വലുതായതിനു ശേഷം നമ്മൾ വല്ല മതപ്രഭാഷണമോ ക്ലാസ്സോ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ സമുദായത്തിലെ പൊതുവിൽ പറഞ്ഞാൽ ഖുതുബ ആർക്കും പ്രയോജനകരമല്ലാത്ത ഒരു കർമ്മമാണ്. അപ്പോൾ പിന്നെയുള്ളത് മതപ്രഭാഷണങ്ങളോ മറ്റു ക്ലാസ്സുകളോ ആണ്. അതിൽ വിശ്വാസകാര്യങ്ങളിൽ അതിൻ്റെ ശരിയിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നതിനേക്കാളേറെ അതിൻ്റെ ശരികളിൽ നിന്ന് ആളുകളെ അകറ്റുന്ന തരത്തിലുള്ള കഥകളും വ്യാഖ്യാനങ്ങളുമാണ് പലപ്പോഴും സംഭവിച്ചു പോകുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് നമ്മുടെ സമുദായം ഈമാൻ ഉൾക്കൊണ്ടതിൻ്റെ ദൗർബല്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഭീകരത പരത്തി പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. ഇതൊരു മുഖവുര പോലെ പറയുകയാണ്. അപ്പോൾ ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹു ഉണ്ടെന്നും അള്ളാഹുവിനെ നമ്മൾ അസ്തിത്വം അംഗീകരിച്ചവൻ മുസ്ലിം,
അസ്തിത്വം അംഗീകരിക്കാത്തവൻ, വേറെ വല്ലവനെയും ആ സ്ഥാനത്ത് നിർത്തിയവൻ മുശ്രിക്ക് അല്ലെങ്കിൽ കാഫിർ. ഇങ്ങനെയാണ് സാമാന്യ ജനം മനസ്സിലാക്കുന്നത്. ഈ മനസ്സിലാക്കലിന്റെ അപകടം എവിടെയാണ് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ ഒരു ജനതയെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലഘട്ടത്തിലെ ജനതയെ. അതിനു മുമ്പ് കഴിഞ്ഞുപോയ ജനതകളുടെ കാര്യവും ഖുർആൻ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം, പിന്നീട് അവിടെ നിന്ന് ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷം ഉള്ള ജനതകളുടെ, മുസ്ലിം സമുദായത്തിൻ്റെയോ അല്ലാത്തവരുടെയോ കഥകൾ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. പക്ഷേ അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആളുകളുടെ കഥകളുണ്ട്, ചരിത്രമുണ്ട്. ആ പ്രവാചകന്റെ അഥവാ ഖുർആൻ അവതീർണമായ ആ ജനതയുടെ അവസ്ഥയും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. എന്തായിരുന്നു, എവിടെയായിരുന്നു അവർക്ക് തകരാറ്? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിക്കൽ മാത്രമാണോ? അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അസ്തിത്വം തന്നെ അംഗീകരിക്കാത്ത ഒരു കൂട്ടരായിരുന്നോ? ഏതോ ഒരർത്ഥത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിക്കാതെ ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും ജീവിക്കുക സാധ്യമല്ല എന്ന് അതിൻ്റെ ഒരു ന്യായം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു വലിയ കിതാബ് നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഒരു വലിയ ഗ്രന്ഥം. ഏതാണ് ആ ഗ്രന്ഥം? അത് ഖുർആനല്ല. ഖുർആനിന് മുമ്പ് കഴിഞ്ഞുപോയ ഇഞ്ചീലോ തൗറാത്തോ സബൂറോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ ഗ്രന്ഥം മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാകുന്ന ഗ്രന്ഥത്തെ പറ്റിയാണ്. അതൊരു വലിയ കിതാബാണ്. ആ കിതാബിൽ ഒരുപാട് ആയത്തുകളുണ്ട്. അതിനെയൊക്കെ ആയത്ത് എന്ന് തന്നെയാണ് അള്ളാഹ് പഠിപ്പിച്ചത്, അള്ളാഹ് പ്രയോഗിച്ചത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. അപ്പോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ, ഈ വലിയ കിതാബിൽ നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാപഞ്ചികമായ ഈ ഓരോ പ്രതിഭാസവും ഒരായത്താണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഗ്രഹിക്കാൻ സഹായകമാകുന്ന ഒരു അടയാളം, ഒരു തെളിവ്, ഒരു ദൃഷ്ടാന്തം. ആ അർത്ഥത്തിൽ അള്ളാഹു ആയത്ത് എന്ന പദം പ്രാപഞ്ചിക പ്രതിഭാസത്തെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കിതാബ് തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ് ഓരോ മനുഷ്യന്റെയും മുമ്പിൽ. മുൻവിധികളില്ലാതെ, പിടിവാശിയില്ലാതെ ആ കിതാബ് വായിക്കുന്ന ഏതൊരാൾക്കും ഇതിന്റെ പിന്നിൽ ഒരു ഗ്രന്ഥകാരനുണ്ട്, ഈ ഗ്രന്ഥത്തിന് ഒരു ഗ്രന്ഥകാരൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുക സ്വാഭാവികമാണ്. ആ സ്വാഭാവിക ബോധ്യത്തിന് പുറമെയാണ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ഓരോ മനുഷ്യന്റെ ആത്മാവും അള്ളാഹുവും തമ്മിൽ ഒരു കരാറിലേർപ്പെട്ടു എന്ന് പറയുന്ന സംഭവം. ആ സംഭവം ഒരു യുക്തിവാദിയോ ഒരു നിരീശ്വരവാദിയോ എന്നല്ല, ഒരു സാധാരണ മനുഷ്യന് തന്നെ അവന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അതേസമയം ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം അതുപോലെയുള്ളതല്ല. നമ്മളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ പ്രപഞ്ചമാകുന്ന വലിയ ഒരു കിതാബ് തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു. ആ കിതാബിൽ നിരവധി അനവധി ആയത്തുകളുണ്ട്. ഈ ഓരോ ആയത്തും ആർക്കും വായിക്കാവുന്നതാണ്. ആര് വായിച്ചാലും അയാൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും വലിയ ഒരു പ്രപഞ്ചമാകുന്ന വലിയ ഒരു ഗ്രന്ഥം, അത് നിറയെ തെളിവുകൾ, ഓരോ തെളിവും ഒന്നിനുമേൽ ഒന്ന് മെച്ചപ്പെട്ടത്. ഇത്രയും വലിയ ഒരു ഗ്രന്ഥം വായിക്കാൻ ബുദ്ധിയുള്ള, മുൻവിധികളില്ലാത്ത, പിടിവാശിയില്ലാത്ത, ബോധപൂർവം കണ്ണ് അടച്ച് ഇറുക്കി മുറുക്കി പിടിച്ച് ഇരുട്ട് കൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കിതാബ് പാരായണം ചെയ്യുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ഒരു ചോദ്യം വരും, ഇതിന്റെ കർത്താവ് ആരാണ്? അപ്പൊ ആ ഗ്രന്ഥകർത്താവിനെ പരിചയപ്പെടുത്തുന്നതാണ് ഖുർആനിന്റെ അവതരണ രീതി തന്നെ. നിങ്ങൾ നോക്ക്, സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ അധ്യായം അലിഫ് ലാം മീം, സൂറത്തുൽ ബഖറ, ദാലിക്കൽ കിതാബു, അങ്ങനെയാണ് തുടങ്ങുന്നത്. ദാലിക്കൽ കിതാബു, ആ ഗ്രന്ഥം. ഏത് ഗ്രന്ഥം? പ്രപഞ്ചമാകുന്ന ഗ്രന്ഥം വായിച്ചപ്പോൾ വേറൊരു ഗ്രന്ഥവും കൂടി വേണം എന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചമാകുന്ന ഗ്രന്ഥത്തിലെ നിരവധി അനവധി ദൃഷ്ടാന്തങ്ങളിലൂടെ അങ്ങനെ കണ്ണോടിച്ചപ്പോ ഈ പ്രപഞ്ചമാകുന്ന വലിയ ഗ്രന്ഥത്തിന്റെ അത്യസാധാരണമായ ഗ്രന്ഥകർത്താവും ഞാനും തമ്മിൽ എന്താണ് ബന്ധം, എന്താണ് ബാധ്യത എന്ന ഒരു ചോദ്യം ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരമാകുന്ന ഒരു രണ്ടാമത്തെ ഗ്രന്ഥം, ഒരു സാൻമാർഗിക ഗ്രന്ഥം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു. ഒന്ന് പ്രപഞ്ചമാകുന്ന ഗ്രന്ഥം, രണ്ട്
പ്രപഞ്ചമാകുന്ന ഗ്രന്ഥം വായിച്ചപ്പോൾ ഉണ്ടായ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ഗ്രന്ഥം അഥവാ സാൻമാർഗിക ഗ്രന്ഥം. അപ്പൊ ഒന്നാമത്തെ ഗ്രന്ഥം വായിക്കുമ്പോൾ ഒരു മുൻവിധിയില്ലാതെ, അതിനെപ്പറ്റി പറയപ്പെട്ടിട്ടുണ്ട് ഒരു ഉദാഹരണം. ഒരു മനുഷ്യൻ കപ്പലിൽ എവിടേക്കോ യാത്ര ചെയ്യുന്നതിനിടയിൽ ആൾവാസമില്ലാത്ത ഒരു ദ്വീപിൽ അതിൻ്റെ അടുത്ത് വെച്ച് ഈ കപ്പൽ കാറ്റിലും കോളിലും പെട്ടു. ആളുകളൊക്കെ സുലഭമായി വെള്ളം കുടിച്ചു, പലരും മരിച്ചു. എന്തോ ഒരു കാവലിന് ഗർഭിണിയായ ഒരു സ്ത്രീ മാത്രം രക്ഷപ്പെട്ടു. അവൾ ആ ആൾപ്പാർപ്പില്ലാത്ത ആ തുരുത്തിൽ, ആ ദ്വീപിൽ അകപ്പെട്ടു. അവിടുത്തെ ഇലകളും കായ്കളും പറിച്ച് ഭക്ഷിച്ച് വന്യമൃഗങ്ങളോ മറ്റു ഉപദ്രവങ്ങളോ ഇല്ലാത്ത ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഈ സ്ത്രീ ഒറ്റക്ക് ജീവിച്ചു. സമയമായപ്പോൾ അവൾ പ്രസവിച്ചു. അങ്ങനെ കുഞ്ഞിന് മുലയൂട്ടി കുഞ്ഞിനെ വളർത്തി. കുഞ്ഞ് കുറെ വലുതായതിനു ശേഷം എന്തോ ഒരു വിഷയത്തിൽ ഈ സ്ത്രീയും ആ മകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി. കോപം സഹിക്കവയ്യാതെ ഇവളെ എന്തോ ഉപദ്രവിക്കാൻ വേണ്ടി ആ മകൻ വന്നു. അപ്പം മകനോട് ഈ സ്ത്രീ പറഞ്ഞു, മോനെ, നീ എൻ്റെ വയറ്റിലായിരുന്നു ഒരു കാലത്ത്, പിന്നെ ഞാൻ പ്രസവിച്ചതാണ്. അന്ന് നീ വളരെ ചെറിയ കുഞ്ഞായിരുന്നു. 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അത്യാവശ്യം നിനക്ക് എണീറ്റ് നടക്കാൻ തന്നെ ആയത്. നിന്റെ കാര്യം നിനക്ക് നോക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയത് പിന്നെയും കുറെ കഴിഞ്ഞാണ്. നീ സംസാരം തുടങ്ങിയത്, വേറെ സംസാരം കേൾക്കുന്നില്ലല്ലോ, ആകെ ഒറ്റ സ്കിള്ള ഒരു സ്ത്രീ ആരോട് സംസാരിക്കാനാ? അതുകൊണ്ട് നീ സംസാരം തന്നെ തുടങ്ങിയത് പിന്നെയും കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞാണ്. ഇത് ഈ കുട്ടി ഈ വലിയ ഒരു മനുഷ്യനോട് ഈ സ്ത്രീ പറഞ്ഞാൽ ആ വലിയ മനുഷ്യൻ അത് ബോധ്യപ്പെടുമോ? നമുക്കിത് ബോധ്യപ്പെടുന്നത് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ. വേറെ ഒരു സംഭവവും സമാനമായിട്ടില്ലാത്ത ഈ ഒരു ഒഴിഞ്ഞ പ്രദേശത്തെ ഈ ഒരു മനുഷ്യന് ഉമ്മ ഈ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എങ്ങനെ ശ്രമിച്ചാലും അത് മനസ്സിലാവില്ലല്ലോ. അത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. അപ്പൊ കൺമുമ്പിൽ നടക്കുന്ന ഒരു കാര്യത്തെ തന്നെ കൺമുമ്പിൽ നടക്കാത്ത ഒരവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ അത് ബോധ്യപ്പെടുത്തുക ശ്രമകരമായൊരു പണിയാണ്. എന്നിട്ടല്ലേ അള്ളാഹുവിന്റെ അസ്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ അതൊക്കെ നിഷേധിച്ചു. നിങ്ങൾ വെറുതെ പറയാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് എന്റെ കാര്യം നോക്കാൻ കഴിയുന്ന അവസ്ഥയാണുള്ളത്. അതോ അവൻ പറഞ്ഞത് ശരിയാണ്. അവന് ബോധം വന്ന കാലം മുതൽ അവന്റെ കാര്യം നോക്കാൻ അവൻ പ്രാപ്തനാണ്. അതിനു മുമ്പും അവനൊരവസ്ഥയുണ്ടായിരുന്നു എന്ന് ഈ സ്ത്രീ പറയുമ്പോ, ഇന്ന മാതിരി അതാ അവരെ നോക്കൂ, അതിപ്പോ ഗർഭിണിയാണ്, കുറച്ചു കഴിയുമ്പോൾ അവർ പ്രസവിക്കും, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ മാതൃകയില്ലാത്ത ഒരു തലത്ത് ഭൂമിയിൽ നടക്കുന്ന ഒരു സംഭവം തന്നെ വേറൊരു മനുഷ്യനെ ബോധ്യപ്പെടുത്തുക പ്രയാസകരമാണെങ്കിൽ, ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ അത്ര പ്രയാസം യഥാർത്ഥത്തിലില്ല. കാരണം എന്ത്? അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചമാകുന്ന ഗ്രന്ഥത്തിലെ ദൃഷ്ടാന്തങ്ങൾ സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരാളും കണ്ണു തുറന്നു നോക്കിയാൽ ഓരോന്ന് കാണുമ്പോഴും അയാൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചമാകുന്ന ഗ്രന്ഥത്തിലെ ഓരോ ആയത്ത് വായിച്ചപ്പോഴും ഇയാൾക്കുണ്ടായ സംശയത്തിന് അള്ളാഹു തന്നെ നിവാരണം ചെയ്യുന്നു. അതാണ് ദാലിക്കൽ കിതാബു. ഒന്നാമത്തെ ഗ്രന്ഥം വായിച്ചപ്പോൾ നിനക്ക് തോന്നിയ സംശയം, അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ഉടലെടുത്ത ചോദ്യം, അതിനുള്ള ഉത്തരമാണ് ഇതാ പിടിച്ചോ, ദാലിക്കൽ കിതാബു. ഇതാണ് ആ ഗ്രന്ഥം. ഹാദാ കിതാബുൻ അല്ലെങ്കിൽ ഹാദൽ കിതാബു, ഈ ഗ്രന്ഥം എന്നല്ല പറയുന്നത്. അടുത്തുള്ള ഒരു സാധനത്തെ പറ്റി അറബിയിൽ സാധാരണ ഹാദ എന്നാണ് പറയുക. ഇത് ദാലിക്ക എന്ന് പറഞ്ഞതിന് മുഫസ്സിറുകൾ വിശദീകരിച്ചു, അത് ബഹുമാനിച്ചു പറഞ്ഞതാണ്. അവിടുന്ന് എന്ന് നമ്മൾ പറയുമല്ലോ, എവിടുന്നോ ഉള്ള ഒരാളെ പറ്റിയല്ല പറയും, തൊട്ട് മുമ്പിലുള്ള ഒരാളെ പറ്റി അവിടുന്ന് എന്ന് പറയുന്നത് ബഹുമാനിച്ചു പറയുന്നതാണ്. അപ്പൊ അതുപോലെ അതൊരു വിശദീകരണമാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഇതിന്റെ വേറൊരു വിശദീകരണമാണ്. മൂന്നാമത്തെ ഒരു വിശദീകരണം, ഈ ഗ്രന്ഥം ഇറങ്ങുന്നത് അറബിയിലാണ്. അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമുണ്ട്. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുമ്പിൽ ദൈവികമായ ഗ്രന്ഥങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഇനിയും ഒരു നിയമപുസ്തകം, ഒരു വേദപുസ്തകം, ഒരു പ്രവാചകൻ ഒക്കെ വരാനുണ്ട്. ന്യായപ്രമാണങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബൈബിളിൽ പ്രവചിക്കപ്പെട്ട ഗ്രന്ഥം എന്നർത്ഥവുമുണ്ട്. ആകെ ഈ ഒരൊറ്റ വിശദീകരണമേ ഉള്ളൂ എന്ന് നിങ്ങൾ ധരിച്ചു വശാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ 3 അർത്ഥവും ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, പ്രപഞ്ചമാകുന്ന ഒരു വലിയ ഗ്രന്ഥം, അതിൽ കുറ്റമറ്റ അത്ഭുതപ്പെടുത്തുന്ന ചിന്താശേഷിയുള്ള ഒരു മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന അനവധി തെളിവുകൾ, അത്രയും തെളിവുകൾ മുമ്പിലുള്ളത് കൊണ്ട് ദ്വീപിലൊറ്റപ്പെട്ട ഒരു ഉമ്മ
നീ എൻ്റെ മകനാണെന്ന് മകനെ ബോധ്യപ്പെടുത്താനുള്ള അത്ര പോലും പ്രയാസം ഈ പ്രപഞ്ചനാഥനെ ആളുകൾക്ക് ബോധ്യപ്പെടാനില്ല. അതിന് മാത്രം തെളിവുകളാൽ സമ്പന്നമാണ് ഈ ഗ്രന്ഥം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാ ജനവിഭാഗങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ടായിരുന്നു. മക്ക മുശ്രിക്കുകളുടെ കാര്യം തന്നെ നമുക്ക് ഉദാഹരണത്തിലെടുക്കാം. വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ നോക്കൂ. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരെ സൃഷ്ടിച്ചത് ആര് എന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം ലയഖൂലന്ന, തൗക്കീദിന്റെ അഥവാ സ്ട്രെസ് ഊന്നി പറയുന്നതിന്റെ രണ്ട് പ്രയോഗങ്ങൾ. ഒന്ന് ലാമ്, ആദ്യത്തിൽ ഒരു ലാമ്, അവസാനത്തിൽ സിദ്ദുള്ള അഥവാ കട്ടികൂട്ടിയ നൂൻ. ഈ ഇത് അറബി ഭാഷയിലെ രണ്ട് പ്രയോഗങ്ങളാണ്, രണ്ട് രീതികളാണ്. ഒരു വാക്യം ഊന്നി പറയാൻ. അപ്പൊ ലയഖൂലന്ന, അവർ പറയുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല, അവർ പറയുക തന്നെ ചെയ്യും. എന്ത്? അല്ലാഹുവാൻ. അപ്പൊ ആരെ പറ്റിയാണ് ഈ പറഞ്ഞത്? മക്ക മുശ്രിക്കുകളോട് നിങ്ങൾ ചെന്നിട്ട് നിങ്ങളെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്, അവർ സൃഷ്ടിച്ചത് ആര് എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹുവാണ്. ഒരു ഒഴുക്കം മട്ടിൽ പറയും എന്നുപോലും അല്ല ഖുർആന്റെ പ്രയോഗം. അവർ പറയുക തന്നെ ചെയ്യും, അത് നിസ്സംശയം അവർ പ്രഖ്യാപിക്കും എന്നതാണ്. ഇതിപ്പോ അവരെ സൃഷ്ടിച്ച കാര്യത്തിൽ മാത്രമാണോ? ഖുർആൻ വീണ്ടും പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിച്ച് അതിനെ കീഴ്പ്പെടുത്തി നിർത്തിയിരിക്കുന്നത് ആരാണ്? ആരുടെ വിധേയത്വത്തിലാണത് സൂര്യനും ചന്ദ്രനും എന്ന് നീ ചോദിച്ചാൽ ലയഖൂലന്ന അല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ പറയുക തന്നെ ചെയ്യും. അപ്പൊ അവരെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, സൂര്യനെയും ചന്ദ്രനെയും ആകാശഭൂമികളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്നവർ പറയും. എന്നിട്ട് ഖുർആൻ വീണ്ടും പറയാണ്, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചിട്ട് നിർജീവമായ ഭൂമിയെ സജീവമാക്കിയത്, മിൻ ബഅദി മൗതിഹാ, മരിച്ചതിന് ശേഷം ഭൂമിയെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചതും സജീവമാക്കിയതും ആരാണ്? ലയഖൂലന്ന അല്ലാഹ്, അല്ലാഹുവാണെന്നവർ പറയുക തന്നെ ചെയ്യും. എന്നിട്ട് ഖുർആൻ വീണ്ടും പറയണം, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള്, നീ അവരോട് ചോദിക്കുക, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നതാരാണ്? അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാർ, നിങ്ങളുടെ കണ്ണിന്റെയും കേൾവിയുടെയും കാഴ്ചയുടെയും കേൾവിയുടെയും ഒക്കെ അധീനത, ഉടമസ്ഥത ആരുടെ കയ്യിലാണ്? അപ്പൊ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് അന്നം നൽകുന്നതാരാണ്? വിഭവങ്ങൾ നൽകുന്നതാരാണ്? നിങ്ങളുടെ കേൾവിയുടെയും കാഴ്ചയുടെയും ഉടമസ്ഥത ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് നിർജീവ വസ്തുവിനെയും നിർജീവമായതിൽ നിന്ന് സജീവമായ വസ്തുക്കളെയും പുറത്തെടുക്കുന്നവനാരാണ്? വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാണ്? ഫസയഖൂലൂന അല്ലാഹ്, അവര് പറയും അല്ലാഹുവാൻ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? നബിയെയും സഹാബത്തിനെയും കുറിച്ചല്ല. നമ്മൾ അതാണ് വളരെ ശാന്തമായിരുന്ന് ഓരോ മുസ്ലിമും ചിന്തിക്കേണ്ടുന്ന ഗൗരവപ്പെട്ട ഒരു വശം അതാണ്. ഈ പറയുന്നതൊക്കെ സഹാബിമാരോട് ചോദിച്ചാൽ അവർ പറയും, അല്ലെങ്കിൽ റസൂലുള്ളയോട് ചോദിച്ചാൽ റസൂലുള്ള പറയും എന്നല്ല. മക്കയിലെ മുശ്രിക്കുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനതയോട് നിങ്ങൾ ചെന്നിട്ട് അവരെ സൃഷ്ടിച്ചതാര് എന്ന് ചോദിച്ചാൽ അല്ലാഹുവാൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹുവാൻ. ആകാശത്തിൽ നിന്നും സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതാരാണ്? അല്ലാഹുവാൻ. ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചിട്ട് മരിച്ച ഭൂമിയെ സജീവമാക്കുന്നതാരാണ്? അല്ലാഹുവാൻ. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകുന്നതാരാണ്? അല്ലാഹുവാൻ. നിങ്ങളുടെ കാതിന്റെയും കണ്ണിന്റെയും ഒക്കെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അല്ലാഹുവിന്റെ കയ്യിലാണ്. ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നതാരാണ്? അല്ലാഹുവാൻ. വമൻ യുദബ്ബിറുൽ അംർ, എന്തിനധികം പറയണം, കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് നടത്തുന്നതാരാണ്? അല്ലാഹുവാൻ. സയഖൂലൂന അല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ പറയുക തന്നെ ചെയ്യും. ഈ സ്വഭാവത്തിലുള്ള വേറെയും ആയത്തുകൾ കാണാം. ഞാൻ വിവിധ വിഷയങ്ങളെ ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ ചില ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചതാണ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ മക്ക മുശ്രിക്കുകളും അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിച്ചിരുന്നു.
ഇതൊക്കെ നോക്കി നടത്തുന്നതും ഈ സുപ്രധാനങ്ങളായ ദൗത്യങ്ങളൊക്കെ നിറവേറ്റുന്നതും അള്ളാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്നല്ലേ വിശ്വാസം? അതിനല്ലേ ഇപ്പൊ നമ്മുടെയും വിശ്വാസം? അതിലും വലിയൊരു വിശ്വാസത്തിന്റെ വിഷയം വേറെ എന്താ ഇരിക്കുന്നത്? അതിലും വലിയൊരു വിശ്വാസത്തിന്റെ കാര്യം നമ്മളെ ആരാ പഠിപ്പിച്ചിട്ടുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഒരു സാമുദായികമായ അവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്ന ആയിരക്കണക്കോ ലക്ഷക്കണക്കോ ആയ മുസ്ലിം സാമാന്യ ജനത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ, നിങ്ങളെപ്പോലെ കുറെ കാലങ്ങളായി മനസ്സിലാകുന്നതോ പ്രയോജനകരമാകുന്നതോ ആയ ഒരു രീതിയിൽ ജുമുഅ ഖുതുബയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേദികളിലോ സജീവമായി പങ്കെടുക്കുന്ന, ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ ബോധപൂർവം സംഘടിപ്പിച്ച് വായിക്കുന്ന, അങ്ങനെ ഇസ്ലാമിനെ ഈ കാട്ടിക്കൂട്ടുന്ന അനുഷ്ഠാനങ്ങൾക്കപ്പുറം വിശ്വാസപരമായ ചില കാര്യങ്ങളുണ്ടെന്നും അതിനും ചില മർമ്മങ്ങളുണ്ടെന്നും അതതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി ശരിയിൽ ഉറപ്പിച്ച് നിർത്തുകയും വിശ്വാസപരമായി ആ ശരിയിലൂടെ മാത്രം സഞ്ചരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരു ന്യൂനപക്ഷം മുസ്ലിം സമുദായത്തിലുണ്ട്. മൊത്തം ജനതയെ നോക്കിയാൽ ഒരു ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. സാമാന്യ ജനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അള്ളാഹ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അള്ളാഹുവിലുള്ള വിശ്വാസമായി. പിന്നെ കവിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു കാര്യമാണ് അധികം പറയാറുള്ളത്. അത് വേറൊരു വിശ്വാസ കാര്യമല്ല, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷേ നമ്മൾ വേറൊന്നായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്ത്? അങ്ങനെയാണ് ഈമാൻ കാര്യം 6 ആറാമത്തെ കാര്യം എന്താ? ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ളത് 6ാമത്തെ വേറൊരു വിശ്വാസമല്ല. ശരിക്ക് 1ാമത്തെ വിശ്വാസത്തിന്റെ അനിവാര്യ ഭാഗമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പെട്ടതാണത്. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന വിശ്വാസകാര്യത്തിന്റെ ഉള്ളുകള്ളികളിലേക്ക് ഇറങ്ങി ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്ന് എന്നത് വേറൊരു നമ്പറായിട്ട് വേറെ വന്നത്. അല്ലാതെ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ നമ്പർ ഇട്ട് പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ നിങ്ങൾ മുഴുക്കെടുത്ത് വായിച്ചു നോക്കൂ. ഈ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ഒന്നിച്ചങ്ങ് പറഞ്ഞു പോയിരിക്കുകയാണ്. 5 നമ്പർ ഇട്ടാൽ 5 നമ്പറേ നിങ്ങൾക്ക് കിട്ടൂ. 1 അള്ളാഹുവിലുള്ള വിശ്വാസം, അതിന്റെ അനിവാര്യ താല്പര്യം, ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത താല്പര്യമാണ് ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നത്. പക്ഷെ നമ്മൾ വിശ്വാസ കാര്യങ്ങളുടെ താല്പര്യങ്ങളും തേട്ടങ്ങളും എന്താണ് എന്ന് വിശദമായി പഠിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൗമിന്റെ മുമ്പിൽ വരട്ടെ എന്ന് കിതാബ് എഴുതിയ പണ്ഡിതന്മാർ തീരുമാനിച്ചു. അവർ അള്ളാഹുവിൽ വിശ്വസിക്കട്ടെ. അപ്പോൾ 1ാമത്തെ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസകാരിയായി. പിന്നെ ഖുർആൻ മൊത്തം പരിശോധിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി കൗമിന്റെ മുമ്പിൽ വരട്ടെ. ആ പോയിന്റ് എന്താണ്? ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ് എന്നുകൂടി അവർ വിശ്വസിക്കട്ടെ. അതൊരു 6ാമത്തെ നമ്പറും ആക്കി. യഥാർത്ഥത്തിൽ അതൊരു വേറെ വിശ്വാസമല്ല, അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാമ്പും കാതലുമായ ഭാഗമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കാത്തവരാണ് മക്കാ മുശ്രിക്കുകൾ എന്ന് നമ്മൾ കരുതരുത്. അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ തന്നെ പ്രാപഞ്ചിക ഭരണ നോക്കി നടത്തിപ്പിൽ വേറെയും ആളുകളെ പങ്കു ചേർത്തു എന്നതാണ് അവരുടെ തെറ്റ് എന്നും കരുതരുത്. കാരണം അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത്രയും ആയത്തുകൾ ഞാൻ നിങ്ങളോട് ഉദ്ധരിച്ചല്ലോ, ഇതൊക്കെ ഖുർആനാണല്ലോ ഈ പറയുന്നത്. ജനങ്ങൾ വിശ്വസിച്ചതും പ്രവർത്തിച്ചതും പ്രഖ്യാപിച്ചതും മാത്രമല്ല, ജനങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതും അള്ളാഹ്ക്ക് അറിയാമല്ലോ. എന്നിട്ട് അള്ളാഹ് എന്താ പറയണത്? ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, സൂര്യൻ നക്ഷത്രാദികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത്, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, മുകളിൽ നിന്നും താഴെ നിന്നും വിഭവങ്ങൾ നൽകുന്നത്, കാഴ്ചയുടെയും കേൾവിയുടെയും ഉടമസ്ഥത കയ്യിൽ വെച്ചിരിക്കുന്നത്, എല്ലാ സംഗതികളെയും നോക്കി നടത്തുന്നത് ഒക്കെ അള്ളയാണെന്ന് അവരും പറയുന്നു എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും അള്ളാഹുവിന് അവരൊരു പങ്കുകാരെയും കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ഹിന്ദു സമൂഹം, നമ്മളുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ഹിന്ദു വിശ്വാസികൾ, ഈ നമ്മൾ മലക്കുകൾ എന്ന് പറയുന്ന ശക്തികൾക്ക് ഇപ്പം മീക്കായിലിനൊരു ഉത്തരവാദിത്വം, അസ്രായിലിനൊരു ഉത്തരവാദിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് വേറൊരു ഉത്തരവാദിത്വമല്ല. അള്ളാഹു അവന്റെ ചില ബാധ്യതകൾ, അവന്റെ ചില ദൗത്യങ്ങൾ ഈ മലക്കുകളിലൂടെ പ്രവർത്തിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അവിടെ വേറൊരു പ്രശ്നവുമില്ല. പക്ഷെ ഹിന്ദുക്കൾ ഇതൊക്കെ ഓരോ ദൈവമായി, ഓരോ ദേവതയായി, അടിസ്ഥാനപരമായി തന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരം 3 കാര്യമായിട്ട് കാണുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നത് ഒരൊറ്റ ദൈവത്തിന്റെ പണിയല്ല, 3 ദൈവങ്ങളുടെ പണിയാണ് എന്ന് വരുന്നു. അപ്പൊ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അപ്പൊ തന്നെ 3 ആളായി. പിന്നെ ഒരുപാട് പരകോടി ദേവതകൾ. ഈ ദേവതകൾക്കൊക്കെ കൊല്ലാൻ കൂടിയ ഒരു ജംബോ ക്യാബിനറ്റാണ് പ്രാപഞ്ചിക വ്യവസ്ഥിതിയെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ. ഞാൻ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ ഇത്ര പോലും ബഹുദൈവത്വമുള്ളവരായിരുന്നില്ല എന്നാണ്.
അതായത് പ്രപഞ്ചത്തിന്റെ ഭരണകാര്യങ്ങളിൽ അല്ലാഹുവല്ലാത്ത വേറെ ഒരു ശക്തിയുടെയും അസ്തിത്വം അംഗീകരിക്കാത്തവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ പറയുന്നത് ഏതെങ്കിലും അറബി കവിതയിൽ നിന്നോ വേറെ വല്ല ചരിത്രരേഖയിൽ നിന്നോ അല്ല, സാക്ഷാൽ വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളിൽ നിന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ അസ്തിത്വവും അധികാരവും ഏതോ അസ്തിത്വത്തിൽ വേറുള്ളവരെ പങ്കുചേർക്കുകയോ അധികാരം വീതം വെച്ച് പലർക്കും കൊടുക്കുകയോ ചെയ്തവർ പോലും അല്ല മക്ക മുശ്രിക്കുകൾ. അതൊക്കെ അല്ല തന്നെയാണ്. പിന്നെന്താ വല്ല പ്രശ്നം? വല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അവർ അള്ളാഹുവിനെ കൂടാതെ, മക്ക മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹ് പറയാണ്, അവർ അള്ളാഹുവിനെ കൂടാതെ വേറെ പല ആത്മമിത്രങ്ങളെയും വേറെ പല ഔലിയാക്കന്മാരെയും സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിന് അവർ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ഈ വകുപ്പ് പ്രപഞ്ചത്തിലെ ഈ കാര്യം ഈ ആളാണ് ചെയ്യുന്നത്, ഈ ഷെയ്ഖാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മഹാനാണ് ചെയ്യുന്നത് എന്നല്ല. പിന്നെയോ ആഹുലാഇ ശുഫആഉനാ ഇൻദല്ലാഹ് വമാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഇവർക്ക് നേർച്ച നേരുന്നത്, ഇവരിൽ പ്രതീക്ഷ ബന്ധിപ്പിക്കുന്നത്, ഇവരെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത്, അതിനുള്ള അധികാരം അവർക്കുണ്ട് സ്വന്തം നിലക്ക് എന്ന് മനസ്സിലാക്കിയിട്ടല്ല. പിന്നെയോ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ്. അള്ളാഹ് തന്നെയാണ് സംഗതി, ഞങ്ങളും അംഗീകരിച്ചു. എല്ലാം നോക്കി നടത്തുന്നത് അള്ളയാണ്. നേരത്തെ പറഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ സുപ്രധാനങ്ങളായ പ്രാപഞ്ചിക ഭരണവ്യവസ്ഥിതിയുടെ നോക്കി നടത്തിപ്പിൽ അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും ലവലേശം ഒരു പങ്കുമില്ല. നമ്മളുടെ ഹൈന്ദവ സമൂഹം ദേവന്മാർക്കും ദേവിമാർക്കും ദൈവത്തിന്റെ ഉത്തരവാദിത്വം വീതം വെച്ചു കൊടുത്ത അത്ര പോലും മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അവർ ഇത്രേ ചെയ്തുള്ളൂ. എന്ത് ചെയ്തു? അവരല്ലാഹുവിനോടൊപ്പം പലരും വിളിച്ചു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയ. അള്ളാഹുവിനെ കൂടാതെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചതിന് അവർ പറഞ്ഞ ന്യായം മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. വല്ലദീന യഅബുദൂന മിൻ ദൂനില്ലാഹി വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. ഒരു പ്രയോജനവും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അവർ ആരാധിച്ചു കൊണ്ടിരുന്നു. അല്ലാഹ് പറയാണ്, അവർ ആരാധിച്ചു കൊണ്ടിരുന്നു. വയഖൂലൂന, അവർ പറയുകയും ചെയ്തു, ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ നാളെ അല്ലാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്. അപ്പൊ രണ്ട് ന്യായമാണ് അവർക്കുള്ളത്. ഒന്ന്, ഈ മഹാന്മാരെ ഞങ്ങൾ തേടുന്നത്, ഇവരെ ഞങ്ങൾ പ്രസാദിപ്പിക്കുന്നത്, ഇവരുടെ മുമ്പിൽ കാണിക്ക നേറുന്നത്, ആപത്ത് വരുമ്പോൾ ഇവരെ വിളിക്കുന്നത്, ഇവരാണിത് നോക്കി നടത്തുന്നത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത് കൊണ്ടല്ല. സാക്ഷാൽ പ്രാപഞ്ചിക വ്യവസ്ഥിതിയുടെ ഭരണത്തലവനായ അള്ളാഹുവിങ്കലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് ഈ വിളി സഹായകമാകും എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതാണ് അവരുടെ ഒരു ന്യായം. രണ്ടാമത്തെ അവരുടെ ന്യായം വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയാത്ത മറ്റു പലരെയും ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചത് ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന ന്യായം പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒന്ന്, അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടണം. രണ്ട്, ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിങ്കൽ റെക്കമെൻഡ് ചെയ്യണം. ഞങ്ങൾ പാവങ്ങളും സാധുക്കളുമാണ്, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ശുപാർശ നടത്തണം. ഈ ശുപാർശ ഇവർ ചെയ്യണമെങ്കിൽ ഇവരെ പ്രസാദിപ്പിക്കണം. ഈ രണ്ട് പ്രശ്നങ്ങളാണ്, വേറെ ചില വിഷയങ്ങളുണ്ട്, അത് പിന്നെ പറയാം. ഈ രണ്ട് പ്രശ്നങ്ങളാണ് തൗഹീദ് എന്ന് നമ്മൾ കരുതുന്ന എല്ലാ വിശ്വാസവും ഉണ്ടായിരുന്ന മക്ക മുശ്രിക്കുകൾ അടിസ്ഥാനപരമായി വഴിപിഴച്ചവരാകാൻ കാരണം എന്ന് വളരെ ഖണ്ഡിതമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല. അതാണ് വിശ്വാസമെങ്കിൽ ആ വിശ്വാസമില്ലാത്ത ജനത സുബോധത്തിലോ ഉപബോധ മനസ്സിലോ അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യനും, സാക്ഷാൽ നിരീശ്വരവാദി പോലും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അന്തിമഘട്ടത്തിൽ ഒരു അസ്തിത്വത്തിൽ എത്തിപ്പെടുന്ന അഭയം തേടുന്നവരാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ എല്ലാ മനുഷ്യരും, ബഹുഭൂരിപക്ഷവും പ്രത്യക്ഷത്തിൽ തന്നെയും ഒരു ന്യൂനപക്ഷം പരോക്ഷമായും അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല. അതുമാത്രമല്ല, അതൊരു വലിയ കാര്യമല്ല. അതെല്ലാ ജനങ്ങൾക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലുമായിട്ട് പണിയെടുത്തത് അള്ളാഹുവിന്റെ അസ്തിത്വം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനല്ല. പിന്നെയോ
ഉണ്ട് എന്നവർ നേരത്തെ തന്നെ അംഗീകരിച്ച അള്ളാഹുവിനോട് ഇന്ന രീതിയിലാണ് നിങ്ങൾ സമീപിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ്. ആ സമീപനങ്ങളിൽ അവർക്ക് തെറ്റിയതുപോലെ ആ സമീപനങ്ങളുടെ ഉൾപ്പിരിവുകൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മുടെ സമുദായങ്ങൾക്കും വിശ്വാസപരമായ വീഴ്ചകളും അബദ്ധങ്ങളും പറ്റുന്നില്ലേ പരിശോധിക്കേണ്ടതാണ്. അതിന്റെ മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അസ്തിത്വത്തെ യഥാവിധി മനസ്സിലാക്കുവാനും അവനെ അംഗീകരിക്കേണ്ടതുപോലെ വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. വമാ ളന്നുക്കും അൻ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനെ കുറിച്ച് ഇപ്പം എന്താ നിങ്ങളെ വിചാരം എന്ന് ഖുർആൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഗൗരവപ്പെട്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് വമാ യുഅ്മിനു അക്തറുഹും ഇല്ലാ വഹും മുശ്രികൂൻ, അവരുടെ ഭൂരിപക്ഷവും മുശ്രിക്കുകളായിട്ടാണ് ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുമ്പോൾ അതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, അതിൻ്റെ അനിവാര്യ താല്പര്യങ്ങളെ, ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിലൂടെ നമ്മൾ ഏറ്റെടുക്കുന്നത്, എന്തിനെയൊക്കെയാണ് നമ്മൾ വകഞ്ഞു മാറ്റുന്നത്, എന്തെല്ലാമാണ് നമ്മൾ നെഞ്ചിലേറ്റുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ മറ്റു ചില വശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.